7 മണിക്ക് വരാം. 7 മണി കറക്റ്റ് വരണ്ട. ചിലപ്പോൾ വരുമ്പോൾ ഞാൻ വന്നില്ലെങ്കിലോ 7:30ക്ക് വന്നാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാവും. 7:15 7:30ക്കുള്ളിലേ ഞാൻ വരുള്ളൂ. കറക്റ്റ് ടൈം പറഞ്ഞെങ്കിൽ ഈ മോള് ഒരു റീസൺ കൊണ്ടാണ് ഒന്ന് വൈകി പോണത്. അപ്പോൾ 7:30 ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ അൻസില. ഓക്കേടാ, ബൈ പോയിട്ടോ. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു കേട്ടോ. ഹായ്, ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത്താക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിച്ച് കൊടുക്കാറുണ്ടോ ആർക്കെങ്കിലും? എൻ്റെ മോന്. അൻസില 8 മണിക്ക് വരാം. ഓക്കേടാ, കുഴപ്പമില്ല അൻസില, 8 മണിക്ക് വന്നാൽ മതി, ഞാൻ ഉണ്ടാവും കേട്ടോ. കണ്ടോ, എൻ്റെ ചാനലിനോട് ഒരുപാട് ഒരു ആത്മാർത്ഥത കാണിക്കുന്ന ഒരു കുട്ടിയെ കണ്ടോ അൻസില? പാവം. താങ്ക് യു അൻസില. എല്ലാവർക്കും അങ്ങനെ ആയിട്ടോ, അർജുനും ആബിദാത്തയും അലീക്കയും ഒക്കെ അങ്ങനെയാ. ടാസ്ക് എന്താ അർജുൻ പറഞ്ഞത്? അതായത് 2 ചെവിക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കി ഇത് ഇങ്ങനെ ഒന്ന് ഒരു സെക്കൻഡ് അല്ല, 1 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് ഇങ്ങനെ പിടിച്ച് കറക്കാം. ഞാൻ ഇന്നലെ 3 പ്രാവശ്യം ചെയ്തു. അവൻ എന്നെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കില്ല. ഗ്രീൻ ഗാർണിഷ് റെസിപ്പി. ഹായ്, ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഹലോ, 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? തിരക്കായിരിക്കും അല്ലേ? വീഡിയോസൊക്കെ ഇടുന്ന തിരക്കായിരിക്കും. ഇനിയിപ്പം നോമ്പൊക്കെ വരുമ്പോൾ നല്ല താങ്ക് യു. അപ്പോൾ നോമ്പിൽ പുതിയ പുതിയ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. എനിക്ക് കുക്കിംഗ് അത്ര വലിയ പിടുത്തമില്ലാത്തൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സാധാ എപ്പോഴും ഒരു മീൻ കറിയാണ്. എൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോസിൽ എൻ്റെ ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നീ പടച്ചോനോർത്ത് മീൻ കറി ഉണ്ടാക്കണതില്ല വീഡിയോ ഇടല്ലേ എന്ന്. കണ്ട് കണ്ട് മടുത്തു എന്ന് ആൾക്കാർ. ഉള്ളവരാണെങ്കിൽ കുറച്ച് പേര് കണ്ട് കണ്ട് മടുത്തു എന്നാണ് പറയണേ. അതുകൊണ്ട് എനിക്ക് വലിയ ഫുഡ് കുക്കിംഗ് അത്ര വലിയ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഹലോ, ഇപ്പോൾ ഞാൻ 2 ടൈമിൽ വരുന്നുണ്ട് കേട്ടോ ലൈവിൽ. ഉച്ചയ്ക്കും ഉണ്ട്, ഒരു 2:15 ആകുമ്പോൾ. 2 മണിയാണ്, 2:15 വരും. പിന്നെ വൈകിട്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്ക് അതിനുള്ളിൽ വരും. 7 മണിയാണ്, അതും ഒരിച്ചിരി വൈകി, ഒരു 7:30 ആവും. അപ്പോൾ ആ ടൈമിലൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി വരണം കേട്ടോ നമ്മുടെ ലൈവിലൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ് കണ്ടായിരുന്നു, വീഡിയോസൊക്കെ കണ്ടായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടാണ് ചെയ്തേക്കുന്നതൊക്കെ, നന്നായിട്ടുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു മൈ ചാനൽ. പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ പേര് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ലൈവിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആരൊക്കെയായിരുന്നു, ഒന്ന് പേര് പറഞ്ഞേ. ഹായ്, ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചാനൽ ഒരു സാധാ ഒരു രീതിയിൽ പതിയെ പതിയെ ഇങ്ങനെ പോവാണ്. ആ പോകുന്നത് തന്നെ സബിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വാച്ച് അവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഒന്ന് അപ്പായി വരുന്നത്. അപ്പോൾ നമുക്ക് വാച്ച് അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അപ്പാവേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അയ്യോ, ഗ്രീൻ ഗാർണിഷ് അയച്ച മെസ്സേജ് എനിക്ക് വന്നിട്ടില്ലല്ലോ. എന്താണ്, ഞാൻ ഇന്നലെയും വന്നിരുന്നു. അയ്യോ, നിങ്ങൾ കമൻറ്റ് വായിച്ചില്ലേ? കുറേ ആൾക്കാർ വന്നിരുന്നു, ആരുടെയും കമൻറ്റ് വായിച്ചില്ല ഇന്നലെ ഉച്ചയ്ക്ക്. അയ്യോ, എനിക്ക് വരുന്നില്ല, ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പോൾ ഇക്കാടെ ഫോണിൽ ഞാൻ കണ്ടിട്ടാട്ടോ ഇപ്പോൾ ഇത് ഞാൻ വായിക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തേക്കാം, ഒന്ന് വെച്ച് കഴിഞ്ഞില്ല. അതിത് പറയാനായിരിക്കും മെസ്സേജ് വരുന്നത്. പറഞ്ഞേ. ഹലോ, എനിക്ക് ഇപ്പോൾ വന്ന ആ മെസ്സേജ് എനിക്ക് വരുന്നില്ല കേട്ടോ. ഇതെന്താ പറ്റിയെന്നുള്ള എനിക്ക് അറിയില്ല. എനിക്ക് വല്ല കോള് വരുന്നിട്ടായിരിക്കും. പിന്നെ എങ്ങനെ? എനിക്കൊന്നും വന്നില്ലല്ലോ, കാണുന്നില്ല. ഇപ്പൊ ഇതുവരെ വന്ന് നിൽക്കുന്ന, ഇപ്പൊ നിൽക്കതെ ഇങ്ങോട്ട് താഴോട്ട് എനിക്ക് ഒരു മെസ്സേജ് വന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വന്നായിരുന്നു ഒന്ന്. അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് ആ ഫോൺ തന്നില്ല, ഞാൻ എന്നാ അത് നോക്കി പറയാം, അല്ലെങ്കിൽ എല്ലാരും പോവൂലേ. എവിടെ ഇരിക്കും? ഇങ്ങനെ ഇല്ലാന്നേ വരുന്നില്ലേക്കാ.